അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. വളരെ അത്ഭുതകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, സാധാരണ 9 മണിക്ക് ഒരു ചടങ്ങ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പൊതു ഇടങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരു അലംഭാവവും ഇവിടെ ഇല്ല എന്നതായിരുന്നു വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യം. 9 കഴിഞ്ഞപ്പോൾ തന്നെ സംഘാടകർ ഒന്ന് പറയുകയാണ് നമുക്ക് പരിപാടി തുടങ്ങാം എന്നത്. ആ സമയത്തും ഏറെക്കുറെ ഇത്ര തന്നെ സദസ്സിൽ ആളുകളുണ്ട് എന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന സ്നേഹവും അതിൻ്റെ കരുതലും ബോധ്യപ്പെടുകയാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയനിഷ്ഠ എന്ന് പറയുന്ന കാര്യം അതിൽ ഈ സ്കൂളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളും പുലർത്തുന്നു എന്നതും അഭിമാനകരമായ കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം ഒരു ദശകം എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനമായ സംഗതിയാണ്. ഇവിടെയുള്ള ഓർഫനേജ് കമ്മിറ്റി അൽഫിത്രക്ക് വളരാനും വികസിക്കാനും വളർന്ന് പന്തലിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഭൗതികമായും എല്ലാതെയും നൽകുന്നു എന്നത് തന്നെ അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങൾ ATQ അഞ്ചുമൻ താലീമുൽ ഖുർആനിൻ്റെ കീഴിൽ കേരളത്തിനകത്തും പുറത്തുമായി ഏകദേശം 150ഓളം സ്കൂളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങളുടെ കേസ് റെക്കോർഡിൽ, ഞങ്ങളുടെ സ്കൂളുകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ബേപ്പൂർ അൽഫിത്ര എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, ഇപ്പോൾ നമ്മളൊരു അവാർഡ് കൊടുത്തു റയാൻ, അദ്ദേഹം ആ ചെറിയ ബാലൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അവൻ ഖുർആൻ കംപ്ലീറ്റ് എൻറ്റയർലി ഫ്രം ദ സൂറ ഫാത്തിഹ ടു സൂറ അന്നാസ് അവൻ ബൈഹാർട്ടാക്കിയിരിക്കുകയാണ്. അവനിപ്പോൾ ഖുർആൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, സഞ്ചരിക്കുന്ന ഒരു ഖുർആനിൻ്റെ പതിപ്പായി മാറിയിരിക്കാൻ രക്ഷിതാക്കൾക്ക് അതുപോലത്തെ അധ്യാപകർക്ക് അള്ളാഹു തികഞ്ഞ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരി, ലോകത്ത് ഉള്ള മുഴുവൻ വിശുദ്ധ ഖുർആനിൻ്റെ പ്രതികളും ചുട്ട് ചാമ്പലാക്കിയാൽ പോലും അനേക ലക്ഷം ആളുകളുടെ മനസ്സിൽ ഖുർആൻ ജീവിക്കുന്നു എന്നതാണ്. ഈ വിധം ഖുർആൻ നിലനിൽക്കുന്ന, ഖുർആനിനെ പോലെ സമാനമായ ഒരു ഗ്രന്ഥവും ഇല്ല എന്നതാണ്. ഒരു ഗ്രന്ഥവും. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാരായണം ചെയ്യപ്പെടുന്നു എന്നതാണ്. എല്ലാ ഭവനങ്ങളിലും, വിശുദ്ധ ഇസ്ലാമികമായി ബന്ധമുള്ള എല്ലാ കുടുംബങ്ങളിലും ഒരു ഖുർആൻ പ്രതിയെങ്കിലും വീട്ടിലുണ്ടായിരിക്കും. ഒപ്പം തന്നെ അത് നിരന്തരം പാരായണം ചെയ്യപ്പെടുകയാണ്. ഈ വിധത്തിൽ ഏതു മതഗ്രന്ഥമാണ് ലോകത്തുള്ളത് എന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി ചോദിക്കേണ്ടതുണ്ട്. നിരക്ഷരനായ പ്രവാചകൻ നിരക്ഷരരായ സമൂഹത്തിനിടയിൽ കൊണ്ടുവന്ന ഈ ഖുർആൻ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലേക്കും പ്രവേശിച്ചിരിക്കുന്നത്. ഒരു ദ്വീപ് പ്രദേശം പോലും ഖുർആനിൻ്റെ വെളിച്ചം 100 കടന്നു ചെല്ലാത്തതായി ഇല്ല എന്നതാണ്. ഇന്ന് ലോക ജനസംഖ്യയുടെ 4 ആളുകൾ കൂടുകയാണെങ്കിൽ അതിൽ ഒരാൾ മുസ്ലിം ആളാണ് എന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇത് വെറുതെ സംഭവിച്ചതല്ല. കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അതീവ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് എന്ന കാര്യം ഒരു പക്ഷേ മുസ്ലിം ഉമ്മ അത്രമേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഈ റമദാനിൽ നമ്മളൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അങ്ങനെ അടച്ചു വെച്ചതാ. പിന്നീട് ഈ ഒരാഴ്ച കടന്നു പോയപ്പോൾ നമ്മൾ എത്ര പേർ അതൊന്ന് വായിക്കാൻ ശ്രമിച്ചു എന്നത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭം കൂടിയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യം, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ ലറഅയ്തു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനോടുള്ള ഭയപ്പാട് കൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പിളർന്നു പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തായാലും അർത്ഥം ഇത് ചില്ലറ കാര്യമല്ല എന്നതാണ്. അത്ര ഗൗരവമുള്ള ഈ വിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങളെ അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പഠിപ്പിക്കുക എന്നതാണ് അൽഫിത്ര നിർവഹിക്കുന്ന ധർമ്മം. നോക്കൂ നിങ്ങൾ, ചെറിയ കുട്ടികൾ, 3 വയസ്സായ കുട്ടികൾ, 3 വയസ്സെന്ന് പറയുന്നതാണ് മുലകുടി പ്രായം 2 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ചില വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സമയത്താണ് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നത്. നോക്കൂ നിങ്ങൾ, ചെറുപ്രായത്തിൽ കുട്ടികൾ ഉച്ചരിക്കുന്ന ഓരോ പദത്തിനും
ഓരോ അക്ഷരത്തിനും നമ്മൾ സാഗൂതം ശ്രദ്ധാപൂർവം അത്ഭുതത്തോട് കൂടി കേൾക്കണം. കുട്ടി കാക്ക എന്ന് പറഞ്ഞാൽ, കാക്കയെ നോക്കി കാക്ക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. ആ കുട്ടീനോട് ചോദിച്ചാൽ പറയും കാക്ക, എവിടെ കാക്ക എന്ന് ചോദിച്ചാൽ കുട്ടി ചൂണ്ടിക്കാണിച്ച് പറയും. എന്താ, അവൻ്റെ ഉച്ചാരണത്തിന് അത്ഭുതമുണ്ട്, ഉച്ചാരണങ്ങൾക്ക്, സംസാരങ്ങൾക്ക്. ആ പ്രായത്തിൽ 3 വയസ്സാകുമ്പോൾ കൊണ്ടുവന്ന് ആക്കുകയാണ് സ്കൂളിൽ. സ്കൂളിലെ 1-ാം തീയതി കണ്ണീരിൻ്റെ പുഴയും നദിയുമാണ് സ്കൂൾ പരിസരത്ത് ഒഴുകുക. വൈകാതെ ആ സാഹചര്യങ്ങളൊക്കെ മാറി. പിന്നെ അവരുടെ വീട്ടിലെ ഉമ്മയ്ക്ക് തുല്യമായ ഉമ്മമാർ അധ്യാപികമാരായി ക്ലാസ് റൂമിൽ കൈകാര്യം ചെയ്യുകയാണ്. അവർക്ക് നേരത്തെ ഹുസൈൻ മടവൂർ സൂചിപ്പിച്ച പോലെ സ്കൂളില്ലെങ്കിൽ അവർക്ക് പ്രയാസമാണ്. അവർ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ പറയുന്ന കാര്യം അന്നേ ദിവസം നടന്ന ഓരോ അനുഭവങ്ങളും കുട്ടികൾ എടുത്തു പറയുകയാണ്. അവർ പഠിച്ച കഥകൾ, ഒരു പക്ഷേ ഉമ്മമാർക്ക് പോലും അറിയാത്ത വലിയ ചിന്തകൾ അവർ പങ്കുവെക്കുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ എത്ര പേർ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്താറുണ്ട്. വലത് കൈ കൊണ്ട് കുടിക്കണം, ബിസ്മി ചൊല്ലണം, ഇരുന്ന് കുടിക്കണം. ഈ മര്യാദകളൊക്കെ വീട്ടിൽ വന്ന് കുട്ടി പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മയോട്. അങ്ങനെ കുടിക്കരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാകണം, ഇങ്ങനെയാകണം. നോക്കൂ നിങ്ങൾ, അത്ഭുതമല്ലേ? എന്നിട്ടോ 6 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കുട്ടി തെറ്റുകൂടാതെ നിയമമനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. വളരെ എളുപ്പത്തോടു കൂടി പാരായണം ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യമല്ല, എൻ്റെ സ്കൂളിൽ ഇവിടെയും ഉണ്ടാകും 8 തവണ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇതെല്ലാം എടുക്കുകയുണ്ടായി. ഇവിടെയും ഉണ്ടാകും അങ്ങനെ അത്ഭുതങ്ങൾ. നല്ല സ്കൂളായതുകൊണ്ട് ഇവിടെയും ഉണ്ടാകും. നോക്കുക, ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യാത്ത, അതിന് ഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അധ്യാപകൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടായികയല്ല, ശ്രമിക്കാഞ്ഞിട്ടാണ്. ഈ കുട്ടികളങ്ങനെ പാരായണം ചെയ്യുക. ഞങ്ങൾക്ക് ഇവിടെ അൽഫിത്രയുടെ സിസ്റ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിഗിനർ ക്ലാസ് 3 മുതൽ 4 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ലെവൽ 1, പിന്നെ ലെവൽ 2. ലെവൽ 1 ക്ലാസ്സിൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത ബോംബെയിലുള്ള ഒരു ഫാമിലിയുണ്ട്. പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പഠിപ്പിക്കാൻ 2 ആൺകുട്ടികളുടെ അൽഫിത്രയില്ല, മോഡേൺ ബസാറിൽ, ബോംബെയിൽ. അവർ ഈ കുട്ടികളെ ഈ സിലബസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ആ പിതാവ് എൻ്റെ റൂമിൽ വന്നുകൊണ്ട്, ഓഫീസിൽ വന്നുകൊണ്ട് പറഞ്ഞ് ഷെയർ ചെയ്തൊരു സംഗതിയും, അവൻ ഇപ്പോൾ 2 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്നു. ഇനി അവനെ ഞാൻ ഈ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അത് പറയാൻ കൂടി കാരണമുണ്ട്. ഈ വെക്കേഷൻ കാലത്ത് ഒരു പക്ഷേ വിദേശത്തുള്ള ഷെയ്ഖന്മാർ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവനെ ഈജിപ്തിലേക്ക് അയക്കണം എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയത്, ഞാൻ പറയുന്നത് ദീനിനെ അങ്ങേയറ്റം മഹബത്തോടുകൂടി വിശുദ്ധ ഖുർആനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുള്ളത് കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നത് എന്നതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളെയും മാനേജ്മെൻറ്റിനെയും എൻ്റെ സുഹൃത്ത് അബൂബക്കർ സാഹിബിനെ ഒക്കെ ഞാൻ പ്രശംസിക്കുകയാണ്. ഈ വിളക്ക് കെട്ടുപോകരുത്, ഇതിനെ എല്ലാ അർത്ഥത്തിലും പരിരക്ഷിക്കണം. കാരണം നല്ല മക്കളുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്, നല്ല പൗരന്മാരുണ്ടാകാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ വർഷം സൂചിപ്പിച്ചു എന്ന് എനിക്കറിയില്ല, ഒരു കുട്ടി വീട്ടിൽ ആണിയടിക്കാൻ ഉപയോഗിക്കുന്ന ഹാമർ ഉപയോഗിച്ചിട്ട് തൻ്റെ ഉമ്മയുടെ മൂർധാവിൽ അടിക്കുകയാണ്. ഇത് കഥയല്ല, അവൻ്റെ കൂട്ടുകാരിയുടെ തലയിലടിക്കുകയാണ്, അവൻ്റെ മൂത്താപ്പയുടെ തലയിലടിക്കുകയാണ്, അവൻ്റെ മൂത്തമ്മയുടെ തലയിലടിക്കുകയാണ്. 4 ആളുകൾ അവനെ കൊന്നുകളഞ്ഞു. ഉമ്മ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വിദേശത്തുള്ള ഉപ്പ വന്ന് സങ്കടത്തിന് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അടുത്തടുത്തായുള്ള ഖബറുകൾ സന്ദർശിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന ഉപ്പയുടെ ചിത്രങ്ങൾ കണ്ടിരിക്കും. എന്താ ഈ ഉമ്മ എന്താ ചെയ്ത് തെറ്റ്? 10 മാസം അവന് ഗർഭം ചുമന്നു, 2 വർഷം അവനെ മുലയൂട്ടി, എല്ലാ നിലക്കും അവൻ വളർത്തി. പക്ഷേ പിശാച് അവൻ്റെ മേൽ ആധിപത്യം പുലർത്തി. അവന് ആര് ചോറ് കൊടുത്ത് വളർത്തിയോ അവരെ തന്നെ കൊല്ലുന്ന വിധത്തിലേക്ക് അവൻ വളരുകയുണ്ടായി. ക്രിമിനലുകൾ, നമ്മൾ ആലോചിക്കുക, അള്ളാഹിൻ്റെ തൗഫീഖ് നമ്മളെ വീടുകളിൽ അത്തരത്തിലുള്ള ക്രിമിനലുകൾ വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, എൻ്റെ കണ്ണിന് കുളിർമ ഉണ്ടാകണം, മക്കളെ കാണുമ്പോൾ സന്തോഷം തോന്നണം. മക്കളെ കാണുമ്പോൾ പേടിച്ചോടുന്ന ബാപ്പാരുമാരുണ്ടാകരുത്. മക്കൾ നല്ല കുട്ടികളായി വളരണം. അത് അള്ളാഹിൻ്റെ തൗഫീഖാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയ ധർമ്മമാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വളർത്തി കുട്ടികളെ മോറലി
വികസിക്കുന്ന നല്ല കുട്ടികളാക്കി വളർത്തുന്നു എന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇനിയും വർഷങ്ങൾ താണ്ടി തലമുറകൾക്ക് ദിവ്യപ്രകാശം നൽകി അങ്ങനെ വികസിച്ചു പോകണം. അങ്ങനെ ഈ പ്രകാശം എല്ലാ വീടുകളിലും വളരെ ഭംഗിയായി വേരുറച്ച നിലയിൽ വികസിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംഘാടകർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും പ്രാർത്ഥന നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.